അപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവും, അവിടെ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് നമുക്ക് നാവൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓലപ്പടകം ഇടേണ്ട സ്ഥലത്ത് ഞാൻ റഡാറാ കൊടുക്കുന്നത്. ഇപ്പൊ എന്നോട് ഇത്രയും നേരം സംസാരിച്ചില്ലേ, ഞാനൊരു ചൊറിയാനാണോ? അമ്മ എന്നും തിരുവമ്പാടി ചെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മോനെ പ്രാർത്ഥന ഓവറായ കാരണം തോന്നുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കേണ്ടതാണ്. റീഎൻട്രി വരുക എൻ്റെ വിശ്വാസം. അങ്ങോട്ടപ്പം തന്നെ പറഞ്ഞു, പോരുമ്പോൾ പറഞ്ഞു, രണ്ടാമതും വിളിക്കാത്തോന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിൽ നിങ്ങൾ മൂക്ക് മുട്ടിച്ച് കളിച്ചു എനിക്ക് മുട്ടിച്ചിട്ട് അടിക്കടാന്നുള്ളത്. അപ്പൊ അടി പൊങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ 100 ദിവസം നിന്നേനെ. കണ്ടന് കിട്ടിയാ കിട്ടി, കണ്ടന് കിട്ടട്ടെ. എന്റെ മനസ്സിൽ രതീഷ് കുമാർ ഇക്കക്ക് എന്റെ ഒരു അവസ്ഥ മനസ്സിലായി. ഞാനൊരു ഉണ്ടായി കൊണ്ട് വന്ന ആളാ. കവിത തുമ്പിൽ കാത്തിരുന്ന പൈതലേന്ന് പറഞ്ഞിട്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് അല്ലേ? ആ ബിഗ് ബോസ് കാണാത്തൊരു മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ചില ആളുകൾ മാത്രം. എന്നാൽ ബിഗ് ബോസ് കണ്ടവർക്കറിയാം ഞാൻ ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്. ഞാൻ ഈ മത്സരം കാണുന്നതാണ്. ഞാൻ എല്ലാ സീസണിലും മത്സരം കാണുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ സ്ഥാപനവും ഇതേക്കുറിച്ച് നല്ല വാർത്ത ചെയ്യുന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ തേടി ഞാൻ എത്തിയിരിക്കുന്നു. ആദ്യ 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തുപോയി. വിഷമമുണ്ട്, സങ്കടമുണ്ട്, അതോടൊപ്പം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പുറത്തു വരുന്നതാണ് നന്ദി. ഇനി തിരിച്ച് കയറാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹം ഹീറോ ആയിരിക്കും. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട രതീഷ്, കുടുംബവും. താങ്ക് യു ഹൈദർക്ക, താങ്ക് യു. കണ്ടതിന് ഭയങ്കര സന്തോഷം. ആദ്യം തന്നെ എനിക്ക് ഹൈദർക്കയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ ബിഗ് ബോസിലെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരും. ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര്, ഞാനൊരു ഉണ്ടായിട്ട് വന്ന ഒരാളല്ലേ, അപ്പോൾ എൻ്റെ പേരൊന്നും ആരും പ്രൊഡിക്ഷൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം എൻ്റെ വൈഫ് അമ്മു കണ്ണേട്ടാ പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് പെട്ടത്? കണ്ണേട്ടാ ആരൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റ്? അപ്പം ഞാൻ ഇത് നോക്കുക, ആരാന്ന് നോക്കുമ്പോൾ ഹൈദർക്കയുടെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ബിഗ് ബോസിൽ. അപ്പം ഞാൻ ദൈവമേ എന്നിട്ട് അവിടെ ഇരുന്ന് പേടിച്ചിട്ടിരുന്നു. അപ്പോൾ കണ്ണട പെട്ടുട്ടാ കഴിഞ്ഞു. കണ്ണട കപ്പിന്റെ കേസൊക്കെ വിട്ടോളൂ ഇത് കഴിഞ്ഞു വന്നിട്ട് ഫസ്റ്റ് പേടിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയും ഞാൻ ഹൈദർക്കനെ പ്രതീക്ഷിച്ചു കേട്ടോ. 19ാമത്തെ ആൾക്കാർ ഈ കേറുന്ന വരെ ഹൈദരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കളി എങ്ങനെ ഞാൻ മാറ്റി പിടിക്കുന്ന ആലോചിച്ചിരിക്കുന്നു. താങ്ക് യു. നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയാൽ കലക്കും നമ്മളെ. ഗംഭീരാകും അല്ല, ഞാനറിയാം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് 6ാം നമ്പരാൻ വേണ്ടി പോയ ആളാണ് ഞാൻ. 1ാം നമ്പരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. മേടിച്ച ഡ്രസ്സൊക്കെ ഇവിടെ അനുഭവിക്കും നീ എന്നൊക്കെ പറയുമ്പോ ആ പൈസ ഇത്രയും കളയണമായിരുന്നു. ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ല, എന്തായാലും നല്ലൊരു ഗെയിമറാണ്. അത് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് അമ്മയോട് ആദ്യം ചോദിക്കുകയാണ്, മോൻ പോയി 7 ദിവസം മുമ്പ് തിരിച്ചു വരുന്നു, അമ്മയ്ക്കുണ്ടായ വിഷമം എന്തായിരുന്നു? വിഷമൊക്കെ നല്ലതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട്, മനസ്സിലാകാൻ വിഷമം. ഇവ ഇങ്ങനത്തെ ഒരാളല്ല, ഇങ്ങനത്തെ കുറന്ന് കാണിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഭക്ഷണം കിട്ടുമോ എന്താ, അതും എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായിപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷെ പിന്നെ അവിടുത്തെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഈ പ്രഷർ അല്ല. അവസാനമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 ദിവസത്തെ കളി ഉണ്ടല്ലോ, ഞാൻ ഗെയിം മാറ്റി പിടിച്ചതാണ്. ഞാൻ ഏറ്റവും ആദ്യം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അമ്മയ്ക്ക് ഇതൊന്നുമല്ല, ഈ ടെൻഷനായിരുന്നു. അമ്മയ്ക്ക് പ്രഷർ കയറി. അമ്മ എന്നും തിരുവമ്പാടി ചെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മോനെ പ്രാർത്ഥന ഓവറായ കാരണം തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കേണ്ടതാണ്. കാരണം അറിയോ, ബിഗ് ബോസ് എടുത്തത് ആദ്യമായിട്ടാണ്. ആദ്യത്തെ ആഴ്ച ഇന്നവരെ ഉണ്ടായിട്ടില്ല. അതൊരു എൻ്റെ കണക്കൂട്ടൽ പാടിപ്പോയത് അവിടെയാണ്. കാരണം ഞാൻ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരാളല്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 19 പേരിൽ 18 പേരും ഓരോ രീതിയിൽ പ്രശസ്തി ആർജിച്ച ആളാണ്. ഓരോ രീതിയിലും ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കാരാണ്. അപ്പം ഞാൻ ആലോചിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ ഒരു സ്പേസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഞാൻ ഈ 19 പേരെയും കണ്ടപ്പോൾ ഒന്നിനൊന്നും മെച്ചമുള്ള ആൾക്കാരാണ് എല്ലാവരും. ഈ 18 പേരും, അതായത് 19 പേരിൽ ഒരാളാണ് ഞാൻ.
അപ്പോൾ ഈ 18 പേരും ഒന്നിനും മെച്ചുള്ള ആൾക്കാരാണ്. മറ്റേ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ്, സീരിയൽ ആൾക്കാർ, എല്ലാവരെയും പരിചയമുള്ള ആൾക്കാരാണ്. ആ സമയത്താണ് ഞാൻ ഈ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലായിട്ട് വരുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ തുടക്കം മുതൽ ഗെയിം കളിച്ച ഒരാളാണ് ഞാനൊരു ഫാസ്റ്റ് ഗെയിമറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യമില്ല, നമ്മൾ സ്ലോ ആയിട്ട് ഗെയിം കളിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷെ മാറ്റിപ്പിടിക്കേണ്ട ഭാഗമായിട്ട് എനിക്കൊരു ചിന്ത, ഞാൻ അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ എന്നെ മാറ്റിപ്പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും കണ്ണിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജാൻമനിയുടെ അടുത്താണ് ഒരു ചെറിയ ഹ്യൂമർ ഒരു ട്രാക്ക് പോലെ ഞാൻ അകത്താരാ പുറത്താരാന്നുണ്ടായിരിക്കാം, അങ്ങനെയാണ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ഗെയിം കുറച്ച് ഓവർഡോസ് ആയെന്ന് തോന്നുന്നു. പിന്നെ ആദ്യത്തെ ആഴ്ച ഞാൻ എലിമിനേഷൻ ആവുമെന്ന് വിചാരിച്ചല്ല. ആദ്യത്തെ 3 ദിവസം ഞാൻ നെഗറ്റീവ് തന്നെയാണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു. ഞാനവിടെ ഗെയിം കളിക്കുമ്പോൾ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. കാരണം പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് കളിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം എനിക്കറിയാം നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ പോകുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണ നമുക്ക് ഉണ്ടാവും. അതൊക്കെ അറിയാലോ, നമ്മൾ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ മുമ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും അവിടെ കണ്ടന്റ് ഉണ്ടാക്കി കളിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് നെഗറ്റീവാണ് പോകുന്നതെന്ന്. ആ നെഗറ്റീവ് പോയിട്ട് ഒരു 4ാമത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് ഒരു മെല്ലെ ഗെയിം ചേഞ്ച് ചെയ്ത് വരാം. എൻ്റെ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിരുന്നു. ജയിലിൽ കിടന്ന് നിങ്ങളൊന്ന് ആളുകളെ സോപ്പിട്ടെടുത്തു. ജയിലിൽ സത്യം, ജയിലിൽ കിടന്നപ്പോഴാണ് സോപ്പിടൽ തുടങ്ങിയത്. അതായത് മുടിയനൊക്കെ പോയപ്പോ അതെ ഉറുമ്പിനെ വിളിച്ചിട്ട് കയ്യിലാക്കിട്ട് എടാ മുടിയാ നിങ്ങളുടെ അവർക്ക് ഇഷ്ടം കൂടി തുടങ്ങി. അതെ, വൃത്തിയുടെ ഡാൻസ് ഒന്നും പഠിപ്പിക്കണം എന്റെ തുത്തിരൂടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവില്ല, അവിടെ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ വന്നു. ബിഗ് ബോസിനോട് എനിക്ക് ഒരു പരാതിയില്ല, ബിഗ് ബോസ് ചെയ്തൊക്കെ കറക്റ്റാണ്. എനിക്ക് വോട്ടില്ല, അത് കാരണം ഞാൻ ഔട്ടായി, എലിമിനേറ്റ് ആയി. പക്ഷെ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ 7 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഹൈദരിക്കപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇങ്ങനെ വരില്ലല്ലോ. കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗെയിമറാണ്, നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യ ആഴ്ച തന്നെ ഇത്രയും സൂപ്പറായിട്ട് ഗെയിം കളിച്ച വേറെ വ്യക്തിയില്ല. പക്ഷെ അത് നമുക്കൊരു പുറത്തേക്കുള്ള വഴിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളാരും താങ്കൾ പുറത്തേക്ക് ഒന്നും വിശ്വസിച്ചില്ല. ഇത് നല്ല ഗെയിമറാണല്ലോ, ഇവിടെ നിർത്തുമായിരിക്കും എന്നാലും നമ്മളൊക്കെ പ്രതീക്ഷ. 1-2 കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ മാറ്റി പിടിച്ചില്ലെങ്കിൽ പുറത്തു പോവാം. പക്ഷെ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പുറത്തേക്ക് പോകേണ്ടത്. ആദ്യം എതിർപ്പുകളായിരുന്നു. അജയന്റെ വീട്ടിലൊക്കെ കാണുന്നതാണ് ആദ്യം എതിർപ്പുകൾ. എന്താണ് ഈ പറയണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതായത് നമ്മൾ പറയുന്ന ആളുകളുള്ള നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറിയെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വളരെ മോശമായ രീതിക്ക് വേറെ രീതിക്കൊക്കെ ചിന്തിച്ചു. ആദ്യത്തെ 3 ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിച്ചു. എന്നിട്ടും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇതേ മാറ്റി പിടിക്കാനാണല്ലോ ടാഗ്. ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ നടക്കുക എനിക്ക് വീണാലെന്ന് പേടിച്ചിട്ട് ഞാൻ ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ഞാൻ ഉറക്കെ പറയുണ്ടായിരുന്നു, അടുത്ത ആഴ്ച RJBB ഗ്രൂപ്പ് കയറി വേണം മക്കളെ, ഞങ്ങൾ ഗെയിം മാറ്റി പിടിക്കുകയാണ്, ഞങ്ങൾ ഹ്യൂമറാണ് പിടിക്കാൻ പോകുന്നത്. ഞാൻ ഹിൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിനും പ്രേക്ഷകർക്ക് ഹിൻഡ് കൊടുക്കുക. കാരണം പിന്നത്തെ ആഴ്ച ഞാനും ജിൻഡോയും കൂടിയിട്ട് ഫുൾ ഹ്യൂമർ ട്രാക്കിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ പ്രേക്ഷകർക്ക് ബിഗ് ബോസിനായാലും എൻ്റെ ട്രാക്ക് ഞാൻ മാറ്റാൻ പോവാ എന്നൊരു ഹിൻഡ് കൊടുത്തതാണ്. പക്ഷെ എലിമിനേഷൻ വന്നത് എൻ്റെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റിപ്പോയി. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് എലിമിനേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ പിടിച്ചത്. കാരണം ജയിൽ ടാസ്കിലൂടെയാണ് ഹൈദരിക്ക കറക്റ്റായിട്ടാണ് പറയുന്നത് കേട്ടോ, കറക്റ്റ് നോട്ട് ചെയ്താണ് ഒരു മാറ്റം വന്നത് ജയിൽ ട്രാക്കിലൂടെയാണ്. ഞാൻ ഗെയിം മാറ്റി പിടിച്ചതാണ്. അവിടെ ചെറിയൊരു സ്പേസ് കുറച്ച് ദിവസം ജയിലിൽ കിടന്നെങ്കിൽ എന്റെ അമ്മ പറഞ്ഞ കേട്ടില്ലേ, എന്റെ കണ്ണ നിന്നെ ജയിലിൽ ഇട്ടപ്പോ ഞങ്ങൾക്ക് സമാധാനമായി. അല്ല ഞാനും പറഞ്ഞ കറക്റ്റായി പോകട്ടെ അല്ലേ. ആ ജയിലിൽ കിടന്നപ്പോ സ്വഭാവത്തിന് മാറ്റം, ജീവിതത്തിൽ ജയിലിൽ കിടക്കാത്തോണ്ടുള്ള വിഷയമാണ്. ഞാൻ ജീവിതത്തിൽ അച്ഛന്റെ വാശിയാണോ അച്ഛാ കിട്ടിയത്? അച്ഛന്റെ സ്വഭാവമാണോ മോനെ? സ്വഭാവം കൂടി ഇങ്ങോട്ട് വരുമെന്ന് പേടിയായി. അത് പൊളിച്ചോ, അത് പൊളിച്ച്. ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ പേടിയുണ്ടല്ലേ? ഇപ്പൊ പേടിയൊന്നുമില്ല. അല്ല ഇപ്പൊ ആ സ്വഭാവം തന്നെ ഇവിടെ ഞാൻ എടുത്താലോ? അല്ല എടുക്കില്ല എന്നറിയാം. നമ്മളങ്ങനെ പെരുമാറിയിട്ടില്ല. എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ തൊട്ട് നമ്മളില്ല. എന്നെ ഞാൻ വൈകുന്നേരം വരുന്നവരെ കാത്തിരിക്കും. കാരണം ഞാൻ ഡെയിലി വരുമ്പോ ഒരു പാക്കറ്റ് ഉണ്ടാകും കയ്യിൽ. ചെറിയ പൊതി ഉണ്ടാവും. കാലത്ത് പോയാൽ വൈകുന്നേരം വരുള്ളൂ. കപ്പലിന്റെ പൊതിയോ എന്തെങ്കിലും ഉണ്ടാവും. അതിനുവേണ്ടി കാത്തിരിക്കും. കാത്തിരിക്കും അവര്. അച്ഛൻ വരുമ്പോ അങ്ങനെ കൊണ്ടുവരുമോ? പൊതി കൊണ്ടുവരുമോ?
പൊതിയല്ല പിന്നെ ബാക്കറി മുഴുവൻ താങ്ങിക്കൊണ്ട് എല്ലാം കൊണ്ടുവരും. ഞാൻ ബേക്കറി മുഴുവൻ താങ്ങിട്ടാ കൊണ്ടുവരാം. അതെ പണ്ട് എന്റെ അച്ഛൻ വരുമ്പോഴേ എനിക്കത് ഇപ്പൊ പറയുമ്പോഴാണ് അത് ഞാൻ ഇതുവരെ ഇന്റർവ്യൂസിൽ ഞാൻ അത് പറഞ്ഞിട്ടില്ല. അത് ഹൈദർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അച്ഛനിലൂടെ പിടിച്ച് ട്രാക്ക് പിടിച്ച് വരുമ്പോഴല്ലേ കിട്ടുള്ളൂ. വിളിച്ചു വരുമ്പോഴാണ് ഇതെനിക്ക് പറയാൻ പറ്റിയത്. വെരി താങ്ക് യു. കാരണം അറിയാം, ഞങ്ങൾ 3 പേരും അച്ഛൻ അന്ന് വരുമ്പോൾ അച്ഛൻ്റെ പൊതിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അന്ന് ലഡു 3 ലഡു ആയിരിക്കും, അല്ലെങ്കിൽ കപ്പലിൻ്റെ പൊതി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ നമ്മള് മുറുക്ക് ഉണ്ടാവില്ലേ, 3 മുറുക്കായിരിക്കും അച്ഛൻ കൊണ്ട്. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ അല്ലെ. ഞാനത് കാത്തു നിന്നിട്ട് എന്റെ അച്ഛൻ അത് എനിക്ക് തരുമ്പോൾ ഉള്ളൊരു അതിന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എനിക്ക് ഇവിടെ വന്നപ്പം എന്റെ മനസ്സിൽ ഒത്തിരി ഇഷ്ടവും എന്റെ മനസ്സിലൊരു വിങ്ങലും ഉണ്ടായത് നിങ്ങൾ ഇരിക്കുമ്പോൾ അച്ഛനെയും അമ്മനെയും പിടിച്ചിരുത്തുമ്പോൾ ആ ഒരു സ്നേഹമാണ് എന്റെ മനസ്സിൽ കേട്ടോ. അപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ ഒത്തിരി ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതൊരു സ്നേഹമാണ്. ഇത് ദീർഘായുസ്സ് തരട്ടെ അച്ഛനും അമ്മയ്ക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എന്റെ ചേട്ടന്മാര് എന്റെ അച്ഛനമ്മയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ 3 ആൺമക്കളാണ്. ഈ 3 പേരും വാദിച്ചിട്ടാണ് എന്റെ അച്ഛനമ്മയെ സ്നേഹിക്കുന്നത്. എല്ലാം മനസ്സ് നിറച്ച് മരുമകളെ അടുത്ത് വരുത്തിയിട്ടുണ്ട്. എന്ത് സന്തോഷമായിട്ടിരിക്കണ. ഇനിയിപ്പോ കമന്റ് വരും ഞാനായിട്ട് കുത്തിത്തിരിപ്പുണ്ടാകും. അത് പ്രതീക്ഷയല്ല ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് മനസ്സ് തൊട്ട് പറയാനാണ്. ഭയങ്കര സന്തോഷമായി. 3 പേര് ഒരേ മോഡല് അമ്മായി സ്വന്തം അമ്മയെ പോലെ 3 പേര് വരുന്നു. അതുകൊണ്ടുള്ള ഇപ്പോഴും അച്ഛനും അമ്മയ്ക്ക് ആരോഗ്യമായിട്ടിരിക്കണം. മക്കള് മകളെ പോലെ ഉള്ളതുകൊണ്ടാണ്. ആ പൊതിയുടെ കേസ് പൊതി പറഞ്ഞല്ലോ, പൊതി കൊണ്ടിരുന്നല്ലോ, അത് അച്ഛൻ ഇപ്പോഴും അതെ ഇപ്പോഴും ആ അച്ഛൻ തുടരുന്നുണ്ട്. ഇപ്പോഴും അച്ഛൻ പുറത്തുപോയി വരുമ്പോഴും ഇതേപോലെ പൊടി കൊണ്ടുവരും. അത് രസം എന്താ അറിയോ, ഇപ്പൊ ഇവർക്കിപ്പോ ഞാൻ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അച്ഛൻ ഇവർക്ക് മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു മഞ്ച് അങ്ങനെയൊക്കെ. ഇവർക്ക് അതാണ് വാല്യൂ. അങ്ങനെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഈ കട നിറച്ച് മേടിച്ചു കൊണ്ടിരുമ്പോ അവർക്ക് അതിനൊരു ഇതില്ല. അച്ഛൻ കൊണ്ടിരുന്നുണ്ട്. പക്ഷെ എന്റെ അച്ഛനെ ആ ചെറിയ പ്ലാസ്റ്റിക് കുറയില് ഒരു മഞ്ച് കേട്ട് അവർക്ക് കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. ശരിക്കും ഈ ഇന്റർവ്യൂ മാറ്റി പിടിക്കില്ല കേട്ടോ. അതല്ല, ഞാൻ കുറെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ ആരും ആക്കിയിട്ടില്ല. കാരണം എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട. കുടുംബമായിട്ടിരിക്കും, കുടുംബത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചോണം. തീർച്ചയായിട്ടും അതും പ്രേക്ഷകർക്ക് അറിയാൻ. അതേപോലെ തന്നെ എന്റെ അമ്മ ഇപ്പോ അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ പണ്ട് ഉണ്ടാക്കി വെക്കും. അതായത് പൊക്കോട അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ അന്ന് എന്റെ ചേട്ടന്മാര് 2 പേരും എന്താ വെച്ചാൽ ഇത്ര കുറെ സാധനങ്ങൾ കൂടെ ഉണ്ടാക്കി വെക്കുമ്പോഴും അമ്മ അന്ന് നമുക്ക് മച്ചാട്, എൻ്റെ അമ്മയുടെ വീട് മച്ചാടാണ്. മച്ചാടൊക്കെ അമ്മ പോകുമ്പോൾ അമ്മ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ മച്ചാട്ടേക്ക് പോകുമ്പോൾ ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് വിടും. അപ്പുറത്തെ വീട്ടിൽ വിട്ടിട്ട് ഇവര് അരുണ്ട് ഉണ്ടാക്കില്ല. എന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അന്ന് ശർക്കരക്കൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്. അതെ, അപ്പൊ സാധനങ്ങളൊക്കെ നല്ലോണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പക്ഷെ അവർക്ക് അരുണ്ട് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറയും, നേരെ എന്നെ അപ്പുറത്തെ വീട്ടിൽ വിട്ടിട്ട് ഇവര് അരുണ്ട് ഉണ്ടാക്കും. ഒരു ദിവസം അമ്മ ബസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ഇവര് അരുണ്ട് ഉണ്ടാക്കിയിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അന്ന് എന്റെ അമ്മ ചൂലിക്കട്ട് എടുത്തിട്ട് അടിക്കുമ്പോ അമ്മ പറഞ്ഞത്, എടാ അപ്പുറത്ത് ഒരെണ്ണല്ലേ അനിയനല്ലേ ഒരെണ്ണം കൊടുത്തോളൂ. അവര് പേടിച്ചെന്താ പറയാ, ഗ്യാസ് ഞാൻ കത്തിക്കാൻ സംഭവിക്കില്ലേ, അവര് ചെറുതല്ലേ, വല്ല ഓഫാക്കാനോ പിന്നെ 3 ആള് ഭയങ്കര കൂട്ടാ. ഭാര്യമാരും അതെ അവരുടെ. അങ്ങനെയാണ് വേണ്ടത്. പെൺകുട്ടികളും അതെ ആൺകുട്ടികളും അതെ. അങ്ങനെ ആകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാ പേരൻസും ആഗ്രഹിക്കും അങ്ങനെ ആകട്ടെ. അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത പേരൻസിനും ഇത് മാതൃകയാകട്ടെ. ഇതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുട്ടികളും ഉണ്ടല്ലോ, കുട്ടികളും നമ്മുടെ അടുത്ത് അച്ചാച്ചൊന്നും മേലിനും പോവില്ല. ഈ ചെറിയ കുട്ടീനെ അതിനും സ്നേഹമാണ്. ചന്ദനം തൊട്ടാൽ ചന്ദന കുഴിയൊക്കെ തൊട്ടാൽ അപ്പൊ അവളൊന്ന് വായിച്ചു കളയും ചെറിയവള്. അല്ല, എനിക്ക് ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യത്തില്. അച്ഛനൊരു 8 മാസം മുന്നേ അച്ഛനിപ്പോ 2ാം ജന്മമാണ്. അച്ഛന് ചെറിയൊരു, ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിലും പറഞ്ഞില്ല. അപ്പോഴും സെന്റിമെന്റ്സ് വന്നിട്ട് ഈ പൊതിയുടെ കേസൊക്കെ വന്നിട്ട് സെന്റിമെന്റ്സ് വന്നിട്ട് ഞാൻ ആകെ ഇതായിപ്പോയി. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കാര്യത്തിൽ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊരു ചെറിയൊരു ഹാർട്ടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ട് 2ാം ജന്മമാണ്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും ഭയങ്കര ടെൻസ്ഡായി. പക്ഷെ അച്ഛനത് ലൈഫിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ ബിഗ് ബോസിൽ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം
ഞങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര വഴക്കാണ്. അതായത് അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യത്തിൽ നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ടുപേരും വിട്ട് ഭയങ്കര നല്ല രസം അത് കാണാൻ വേണ്ടി. പക്ഷെ രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാനും പറ്റില്ല. ഭയങ്കര സ്നേഹം. അമ്മയെങ്ങാനും അപ്പുറത്തെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു. മരിച്ചു കേട്ടോ. എന്റെ വീട്ടിലും അവര് ഒറ്റയ്ക്ക് വരെ താമസിക്കായിരുന്നു. അവര് ഇരുന്ന് വഴക്ക് അങ്ങോട്ടും പറഞ്ഞാൽ നമുക്ക് രസമായിരിക്കും. അവരങ്ങനെയാണ്, പഴയ ആളുകൾ അങ്ങനെ തന്നെയാണല്ലോ. അച്ഛനെന്താ ഡോക്ടറിനോട് പുറത്തേക്ക് പോയിരുന്നു പറഞ്ഞു 6 മാസമായി കിടന്നിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോയി അപ്പൊ പിള്ളേരെ വിളിച്ചു പറയും. അതെ. അപ്പൊ എന്റെ പേര് ഞാൻ ഇതുവരെ ഒന്ന് പോയുള്ളൂ. ഞാൻ വെറുതെ ഒരാളെ കാണാൻ വേണ്ടി ഈ മൂല വരെ പോയുള്ളൂ. അതിന് മൂത്തവനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ വന്നിട്ട് എന്റെ മേല് കയറുക. അതെന്താ പറയാ, വല്ല വെയിലും കൊണ്ട് വല്ല വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ലോ. അറിയില്ല. ഡോക്ടർ പറഞ്ഞിട്ട് പുറത്തേക്ക് അത് അങ്ങനെ തന്നെ ചെയ്തോട്ടോ. ഡോക്ടറിന്റെ സ്റ്റെയർ കേസ് വരെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്തിനാ എല്ലാം ഇവിടെ കൊണ്ടുതരും. കോർപ്പറേഷന്റെ ഒരാളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മൂലക്കേ പോയുള്ളൂ, ഇത്ര ദൂരം ഉള്ളൂ. അച്ഛനെന്താ അറിയോ, അച്ഛന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്റെ ടെൻഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കാറിൽ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ബിഗ് ബോസിലല്ലേ. അപ്പൊ എനിക്ക് ഞാൻ ചേട്ടന്മാരോട് പറയുന്നത് അതെ അച്ഛനെ നോക്കിക്കോളൂട്ടാ. കാരണം അറിയോ, അച്ഛൻ എനിക്ക് നോക്കിക്കോളൂന്ന് പറഞ്ഞ കാര്യമില്ല. അവര് പൊന്നുപോലെ നോക്കുന്നത്. ഞാനും എല്ലാവരും 3 പേരും ബാധിച്ചു. എന്നാലും നമുക്കൊരു അച്ഛൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ നല്ല ഹാപ്പി ആയിട്ടിരുന്നു, ബിഗ് ബോസ് കണ്ടു. അച്ഛനിപ്പോ ഞാന് അമ്മയ്ക്ക് വിഷമം കാര്യങ്ങൾ, അച്ഛന് വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ അച്ഛനത് പുറത്തേക്കൊന്നും കാട്ടിയതായിട്ട് ഞാൻ കേട്ടില്ല. ഔട്ടായപ്പോ വിഷമം ഉണ്ടായോ? ഔട്ടായൊന്നും അങ്ങനെ സാധാരണ നടക്കുന്നതല്ലേ. അപ്പൊ രണ്ടാമത് പിന്നെ അവിടെ തന്നെ പറഞ്ഞില്ലേ രണ്ടാമത് വിളിക്കാമെന്ന്. ലാലേട്ട ഇതൊന്ന് കേക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞോ, ലാലേട്ടൻ പറഞ്ഞാലാട്ടോ അച്ഛൻ പിടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ലാലേട്ട കേട്ടില്ലേ? അത് തന്നെയാ മനസ്സിൽ അച്ഛന്റെ. അതായത് അച്ഛൻ വലിയൊരു ഗെയിമറാണ്. എന്റെ ഗെയിമർ മനസ്സിലായി. റീ എൻട്രി വരുന്ന എന്റെ വിശ്വാസം. അങ്ങനെ അപ്പൊ തന്നെ പറഞ്ഞു, പോരുമ്പോൾ പറഞ്ഞു രണ്ടാമതും വിളിക്കാത്തോന്ന് പറഞ്ഞു. രണ്ടാമത് വിളിക്കാത്തതല്ല, രണ്ടാമത് വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒന്നുമില്ലാതെ ചോദിക്കില്ലല്ലോ. ലാലേട്ട ഈ അച്ഛന്റെ മനസ്സ് കാണാ പോലെ ബിഗ് ബോസ് അച്ഛന്റെ മനസ്സ് കാണാറ പോലെ. അങ്ങനെ ഒരു കാര്യമില്ലാതെ ആ വാക്ക് അങ്ങോട്ട് ഉപയോഗിക്കില്ല. ഒരു പണിയാ ഈ ബിഗ് ബോസിൽ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞല്ലേ അച്ഛൻ ദൈവം നോക്കിയാ ലാലേട്ടൻ നോക്കിയെന്ന് പറഞ്ഞു. ലാലേട്ടൻ മുകളിൽ ഇരിക്കണമെന്ന് പറഞ്ഞേക്ക്. തലയ്ക്ക് മുകളിൽ ലാലേട്ടന്റെ പടം വെച്ചേക്കണം. എന്റെ തലയ്ക്ക് മുകളിൽ ലാലേട്ടൻ ഇരിക്കുന്നത്. ലാലേട്ടൻ ഒന്ന് കാണട്ടെ ഈ പറയുന്നത്. നമ്മള് ഒരു ബിഗ് ബോസ് ക്യാമറയിലല്ല പറയണത്, നമ്മള് തലയ്ക്ക് മുകളിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തായാലും ലാലേട്ടൻ ഇത് കാണണം, ഏഷ്യാനെറ്റ് ഇത് കാണണം. അച്ഛൻ പറയുന്നത് സത്യം. ഞങ്ങളൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛനും പറഞ്ഞത്. അച്ഛന്റെ പ്രതീക്ഷ ഇപ്പോഴും അത് തന്നെയാണ്. അവിടുത്തെ ഒച്ചയും ബഹളവും ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ആരും കാണാത്ത മാതിരി ആരും പ്രതീക്ഷിക്കാത്ത മാതിരി ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ലോകം മുഴുവൻ അറിയുന്ന ആളുകളാണ്. ഇതിനെപ്പറ്റി അവരെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരു വാക്ക് അവന്റെ വായന കണ്ടിട്ട് ഇത് എത്ര കാലമായിട്ട് കണ്ടിട്ട് കുറച്ചൊക്കെ അച്ഛൻ പഠിപ്പിച്ചാന്നാ പറഞ്ഞ അവിടെ. എന്റെ ട്രെയിനിങ് അല്ല, ട്രെയിനിങ് മുഴുവൻ ആവുള്ളൂ. നമ്മള് ചോദിക്കുന്നത് വൈകുന്നേരം ഞായറാഴ്ച കൂടി നീ വർക്ക് ചെയ്യാൻ പോകേണ്ടവരും ആളുണ്ടാവില്ല. അപ്പൊ അമ്മയാണല്ലേ. ഇത് തന്നെയാണ് ഇവര്. അല്ല ഈ അക്കൗണ്ട്സാണ് മെയിനായിട്ട്. കളിക്കാനൊക്കെ പോയി 6 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തിക്കൊള്ളണം. അതാണ് എന്റെ 6 മണിയാകുമ്പോ വീട്ടിലെത്തിയില്ലെങ്കിലേ ചൂലും കെട്ടോ. ചൂലും കെട്ടിട്ട് അതുകൊണ്ട് നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടിവായിരുന്നു. ഇനി വേറെ കാര്യമില്ല, എനിക്ക് ഹൈദർക്കോട് ഒരു പേഴ്സണലി ഒരു കാര്യം ചോദിക്കാറുണ്ട്. അത് കുഴപ്പമില്ല, പേഴ്സണലി ലോകം മുഴുവൻ കണ്ടോട്ടെ. ഇപ്പൊ എന്നോട് ഇത്രയും നേരം സംസാരിച്ചില്ലേ, ഞാനൊരു ചൊറിയനാണോ? അല്ല, അവിടെ ചൊറിയന്റെ ഏറ്റവും കൂടുതൽ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൊറിയനായിട്ട് തന്നേക്കണല്ല, ഒരു സ്നേഹം കൊണ്ട് കിട്ടിയതായിട്ട് ഞാൻ തോന്നുന്നു. ഞാൻ അവിടെ ചെയ്ത ആക്ടിനാണോ കിട്ടിയത്? തീർച്ചയായിട്ടും അതാണ് അവിടെ ചെയ്ത ആക്ട്. ഞാൻ സത്യമായിട്ടും അവിടെ ഞാൻ ചൊറിയനായിട്ട് ചെയ്തിട്ടുണ്ട്, തരികിലായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കോമാളി എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ അതെ ജിൻഡപ്പന്റെ തലയിൽ കിട്ടുന്ന ഇവിടെ കൊടുത്ത ഷെയർ അങ്ങനെയല്ല. ജിൻഡപ്പൻ എന്താ രതീഷ് ചേട്ടൻ പറഞ്ഞായിട്ട് മുന്നേ കൂർക്കം വിളിക്കണം. എന്നിട്ടാണ് എനിക്ക് അതിന്റെ പാർട്ട് തന്നു. അത് 3.5 അവാർഡ് കിട്ടിയത്. അത് ഞാൻ അവിടെ ചെയ്ത ആക്ടിന് കിട്ടിയതാണ്. തീർച്ചയായിട്ടും എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ അവിടെ ചെയ്തത് അതൊക്കെ തന്നെയാണ്. എൻ്റെ മനസ്സിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം.
അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇത് ടെലികാസ്റ്റിൽ വരുന്നു മനസ്സിൽ വിചാരിച്ച് മുഴുവൻ നിൽക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച, ഞാൻ 2-3 ദിവസം മുന്നെയാണ് നമ്മൾ ഈ എൻ്റെ എപ്പിസോഡ്സ് മുഴുവൻ ഞാൻ കാണില്ല എന്ന് വിചാരിച്ചതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇത് നമ്മൾ കാണുക. അപ്പം അല്ല, അത് ലാലേട്ടന് മുമ്പ് വെച്ച് കാണിച്ചപ്പോൾ തന്നെ വേണ്ടായിരുന്നു തോന്നുന്നു. ഏതാ ഔട്ടായി വന്നപ്പോൾ ലാലേട്ടനെ കുറിച്ച് കാണിച്ചു തന്നല്ലോ. ആ ലാലേട്ടനെ കുറിച്ച് കാണിച്ചു തന്നപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ കണ്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചാൽ, അപ്പൊ അമ്മോട് പറഞ്ഞത്, അല്ല കണ്ടേട്ട അത് മുഴുവൻ കാണും, ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നത്. ഞാൻ ആദ്യം തൊട്ട് അവസാനം കണ്ടപ്പോൾ ആ ഒരാഴ്ച മുഴുവൻ എന്റെ സീക്വൻസിൽ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എന്നിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകേണ്ടത്. തീർച്ചയായിട്ടും ഫുള്ള് ഒരാഴ്ച സൗണ്ട് വരെ പോയില്ലായിരുന്നു. കാര്യമില്ല. ഞാൻ ചുമ്മാ വെച്ചാൽ ഇത്രയും സൗണ്ട് കളയാനുള്ള വേണ്ടായിരുന്നു, ആവശ്യമില്ലായിരുന്നു അല്ലേ? ഒരു ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു. ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു പതുക്കെ പറയും ഒരു രക്ഷയില്ല. ഇത്രയും സൗണ്ട് ആയിരുന്നല്ലോ, ഭയങ്കര സൗണ്ട് ആയിരുന്നു. അല്ല ഞാൻ അറിയോ നമുക്ക് എന്നിട്ട് ആ സൗണ്ട് വെച്ചിട്ട് ഉറക്ക പറയണ്ടേ? അല്ല വേറെ കാര്യം അറിയോ, ഇത്രയും വലിയൊരു വാതിൽ തുറന്നു കിട്ടിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛൻ, എന്റെ അമ്മ, തീർച്ചയായിട്ടും സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന, അല്ല തീർച്ചയായിട്ടും രതീഷ് ഇപ്പൊ ഈ ബിഗ് ബോസിന് അതിന്റെ കണ്ടന്റ് കിട്ടി, ഏഷ്യാനെറ്റ് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് രതീഷിനെ കൊണ്ട് എന്ന് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു. ആ ഒത്തിരി സാധനങ്ങൾ റീച്ച് കാണുമ്പോൾ നമുക്കറിയാം. അത് രതീഷിന് അത്രയും പ്രതീക്ഷയോടി ഒരു തുറന്നു കിട്ടിയ വാതിൽ അവർക്ക് വേണ്ടത് കൊടുത്തു. വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ വിധി എഴുതുന്ന വേറെ. അത് വേറെ. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ബിഗ് ബോസിനെ ഞാൻ ഒന്നും പറയില്ല. കാരണം ബിഗ് ബോസ് ശരിയാണ്. അന്ന് എനിക്ക് വോട്ടില്ലാത്ത കാരണം ബിഗ് ബോസ് എന്നെ എവിക്റ്റ് ആക്കി. അതിന് ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നല്ല ഗെയിമറാന്ന് വെച്ചിട്ട് എനിക്ക് വോട്ട് ഉണ്ടെങ്കിൽ എന്നെ പുറത്താക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ 3 ദിവസം സ്പ്രെഡ് ചെയ്തത് നെഗറ്റീവ്സ് ആണ്. പിന്നെ പ്രേക്ഷകർ 4ാമത്തെ ദിവസം തൊട്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. വോട്ട് ചെയ്യുമ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. എന്റെ ഐഡിയ പാളിപ്പോയത് ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത്. ആദ്യത്തെ ആഴ്ച എവിക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്റെ ഇക്കാൻ ഞാൻ എല്ലാവരും സോപ്പിട്ട് മസ്ക് ഇട്ട് എല്ലാവരും സ്നേഹത്തോടെ കൂടി കൊണ്ടു കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം എല്ലാവരും പറഞ്ഞത് നിന്റെ ഈ സ്വഭാവം കൊണ്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ ഈ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്പേസ് എനിക്ക് കിട്ടില്ലായിരുന്നു. ഇങ്ങനെ ന്യൂട്രലിൽ നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളുടെ പേര് പറയാം ഇപ്പൊ അവിടെ. അയ്യോ, എല്ലാവരും നല്ല ഗെയിമേഴ്സ്. അല്ല, ന്യൂട്രലിൽ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അങ്ങനെ മാറി നിന്ന് ന്യൂട്രലിൽ പോകുന്ന ഒരാളുടെ പേര് പറയാം. ഞാൻ പറയട്ടെ, അതിലിപ്പോ ഞാൻ പറയട്ടെ, ന്യൂട്രലിൽ നിന്നിട്ട് എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സ്ലോ ഗെയിമേഴ്സ് ആണ് അവിടെയുള്ള ആൾക്കാർ. റോക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാസ്റ്റ് ഗെയിമറായിരുന്നു. പിന്നെ ഉള്ള ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റുമേ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പറയൂ, അതായത് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റുമേ പ്രശ്നങ്ങൾ ഉണ്ടാവും വേണം. ക്യാമറകൾ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അവിടെ 3 പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ അവിടെ കുറ്റമാണെങ്കിലും രതീഷ് കുമാറിന്റെ പേര്, കുറ്റമാണെങ്കിൽ അവർ എൻ്റെ പേര് പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഓട്ടോടെ കുറ്റായിരിക്കും, അവൻ വൃത്തികെട്ടവൻ, അവൻ കാണിക്കണം കണ്ടില്ല, മതി, എനിക്കത് മതി. അപ്പൊ അത് ഞാൻ വിചാരിച്ചത് അവിടെ ഇക്കാൻ നടന്നിട്ടുണ്ട്. എവിടെ പ്രശ്നം എവിടെ കണ്ടന്റ് ഉണ്ടാക്കണം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഞാൻ. ഏറ്റവും വിഷയം ഭയങ്കര വിഷയം. കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിൽ നിങ്ങൾ മൂക്ക് മുട്ടിച്ച് കളിച്ചു മൂക്ക് മുട്ടിച്ചിട്ട് അടിക്കടാന്ന് അടി പൊങ്ങിയില്ല. ഭാഗ്യം ആ അടി എനിക്ക് കിട്ടേണ്ടതാ. മോഡൽ കേൾപ്പ് മാറിയിട്ട് അങ്ങനെയാണ് ഈ 100 ദിവസം നിന്നേനെ. ഓക്കെ, അടിച്ചില്ലോന്നാ ഇപ്പൊ ചിന്തിക്കണം. വേണ്ടേ, അങ്ങനെ അടി കിട്ടിയിട്ട് 100 ദിവസം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ ആകെ പ്രശ്നം. ഔട്ടാവുന്ന സമയത്തെ നമ്മളൊരു ഔട്ടാവുമ്പോ ഗെയിമാണല്ലോ ഔട്ടാവുന്നത്. ഫ്രണ്ടിൽ കയറോ, പച്ചയിൽ കയറോ, മഞ്ഞയിൽ കയറോ, റെഡിൽ കയറോ, എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒരു പ്രാർത്ഥന ആരെ വിളിച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഭഗവാനെ, ഇവിടെ ഞങ്ങൾക്ക് അമ്പലത്തിൽ ഇവിടെ ശിവഭഗവാനുണ്ട്, ഈശ്വര ഭഗവാനെ റെഡിലേക്ക് ആവില്ലേ എന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നു. ആ പ്രാർത്ഥന തന്നെ അല്ലായിരുന്നോ? ആ, റെഡിലേക്ക് ആയപ്പോ മനസ്സ് വിഷമായി, കരച്ചിൽ വന്നു. പക്ഷെ കരഞ്ഞില്ല, പിള്ളേരൊക്കെ കരഞ്ഞില്ല. ഇനി വേറൊരു തമാശ പറയട്ടെ. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചേട്ടന്മാര്, ഭാര്യ, വൈഫിന്റെ അച്ഛനമ്മ, എല്ലാവരും കുടുംബം മൊത്തം, എൻ്റെ വല്യമ്മമാര്, ചേട്ടന്മാർ, വൈറ്റ് ഫാമിലിയാണ് ഞങ്ങള്. അപ്പോൾ എല്ലാവരും സങ്കടത്തിലായി, ഭയങ്കര വിഷമായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2ാമത്തെ മോള് പാറു ജോതി കൈഡി, അമ്മേ അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരാൻ പോണു. ഭയങ്കര കൈയടി. അവള് അമ്മ പറയാണ് ഇറങ്ങിയപ്പോ, പാറു ഭയങ്കര കൈയടിയും, അമ്മേ കണ്ടില്ലേ നമ്മുടെ അച്ഛൻ നമ്മുടെ അടുത്ത് വരാൻ പോണ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൈയടിയായിരുന്നു. അതിന്റെ അറിയാത്ത കാരണം. പക്ഷെ ഇക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കോളൂ, ബിഗ് ബോസ് പറഞ്ഞു വന്ന്, അതായത് രതീഷ് ഈ വീടിന്റെ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണിലോ എന്റെ മുഖത്തോ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ്, ഹാപ്പി ആയിട്ട് വന്നു. കാരണം എന്താന്ന് ഇക്കൊക്കെ അറിയോ? ഇക്കൊന്ന് പറയൂ, എന്തായിരിക്കും കാരണം? എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഞാൻ ഒരാഴ്ച നിന്നത്
വളരെ നന്നായിട്ട് മനസ്സിൽ കള്ളത്തറ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും മനസ്സിൽ ഒരു കള്ളത്തരവില്ല. മാത്രമല്ല ഞാൻ ഒരാഴ്ച അവിടെ അന്തസ്സായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഞാൻ പോസിറ്റീവായിട്ട് മാത്രമല്ല ഗെയിം കളിച്ചിരുന്നത്, ഞാൻ നെഗറ്റീവായിട്ടും ഗെയിം കളിച്ചിട്ടുണ്ട്, പോസിറ്റീവായിട്ടും ഗെയിം കളിച്ചിട്ടുണ്ട്. ഏത് രീതിയിലായാലും ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നത്, ഞാനൊരു നല്ല ഗെയിമറാണ്, ഞാൻ ഒരാഴ്ച വെറുതെ ഇരുന്നിട്ടില്ല. പിന്നെ ഔട്ടായി പോയി എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ലാലേട്ടനോട് സംസാരിക്കുമ്പോഴും ഹൈലി കോൺഫിഡൻസോട് ഞാൻ സംസാരിച്ചത്. കാരണം പക്ഷേ ഇക്ക പറഞ്ഞ പോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ വേറെ ആരോടും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ചു വിളിച്ചാൽ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും ചെയ്യും പൊളിക്കും ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പൊളിക്കില്ല, അല്ല ഇങ്ങനെയുള്ള പൊളിച്ചില്ല, വേറെ രീതിയിൽ. അതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞു 100 ദിവസം നിൽക്കുമെന്ന് പറഞ്ഞാണ് പോയത്. ആ സാധനം പറഞ്ഞിട്ടാണ് രണ്ട് ലാലേട്ടനെ മനസ്സിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മനസ്സിലാക്കി ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാഴ്ചയില് പോവുകയാണെന്ന് പറഞ്ഞ് ബാഗ് എടുത്തോണ്ട് പോകുമ്പോൾ മനസ്സിലൊരു ചമ്മലും മുഖത്തൊരു ചമ്മൽ ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. വാശിക്ക് പോവാന്നൊക്കെ പറഞ്ഞ മുഖഭാവമൊക്കെ ഒരു രക്ഷയില്ല. നമ്മള് പെട്ടടാന്നുള്ള രീതിക്കായി ജാങ്കോ പെട്ടെന്ന് ഡയലോഗ്. ഇതൊരു രസം അറിയോ, ഞാനിന്ന് പോകുമ്പോ ഒരാളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര കൈഡിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗബ്രി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഈ വെയിലത്തിരിക്കാതെ അവിടെ നിന്ന് വെയിലത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർ തണലത്തിരിക്കാന്ന് ഉദ്ദേശിച്ചത്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവർ മൈൻഡ് ചെയ്യണ കാണാനില്ല, ഞാൻ അവിടെ ചെന്ന് കടന്നുറങ്ങി. അങ്ങനെയാണ് ശരിയാക്കി തരാം. ലക്ഷറി പോയിന്റ് കാര്യം ഇപ്പം ഞാൻ ശരിയാക്കി തരാട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മനഃപൂർവ്വം കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ പട്ടി കുറച്ചപ്പോൾ അവർക്ക് ലക്ഷറി പോയിന്റ് പോവല്ലേ, വേഗം ക്യാപ്റ്റൻ വന്നു, അപ്സരയും വന്നിട്ട് രതീഷ് ചേട്ടൻ വന്നോളൂ, വെറുതെ വേണ്ട, ഞാനാണെങ്കിൽ ഒരാൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വന്നപ്പോ രതീഷ് ചേട്ടൻ വന്നോളൂ. ഞാൻ ശരി എന്നാ വരാം ഞാൻ. അപ്പൊ കുറെ ആൾക്കാർ പറയണു ആ ചമ്മിയ മോന്ത കാണാൻ നല്ല രസം. ഇനി അതിനും വലിയ കാര്യം വേറെ എന്താ അറിയോ, നമുക്കിപ്പോ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോകണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പോരാൻ പറ്റില്ല. അത് കൺഫെഷൻ റൂമിന്റെ ഉള്ളിൽ കൂടെ പോവാം. എന്നിട്ട് ബിഗ് ബോസിനോട് സംസാരിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം, അത്ര പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ പോരാൻ പറ്റില്ല. അപ്പോ എന്റെ ഉറപ്പാണ്, ഞാൻ തട്ടി ഇങ്ങനെ ഷോ കാണിച്ചാൽ ബിഗ് ബോസ് തുറക്കില്ലെന്ന് എന്റെ ഉറപ്പാണ്. അവിടെ ഞാൻ ബിഗ് ബോസിനോട് മെല്ലെ പറയാമെന്ന് വിചാരിക്കാം, ബിഗ് ബോസ് തുറക്കല്ലേട്ടാ ഞാൻ ഗെയിം കളിക്കണതായിട്ട് പറഞ്ഞിട്ട് ഞാൻ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് അങ്ങോട്ട് തുറന്നാൽ പണി പാളി, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും. ബിഗ് ബോസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോരേണ്ടത്. ബിഗ് ബോസ് തുറക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാരണമാണ് അങ്ങനെ ഒരു ഗെയിം ഞാൻ കളിച്ചത്. പിന്നെ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ പ്രമോല് മുഴുവൻ ഞാൻ വരും. തീർച്ചയായിട്ടും ഇന്നത്തെ ഗെയിം ഫുള്ള് ആൾക്കാരെ പ്രേക്ഷകരെ നമ്മൾ കണ്ണടച്ചതെല്ലാം കാണുന്നുണ്ട്. ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അവിടെ എനിക്ക് പാടിപ്പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വീക്ക് എലിമിനേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ്. അത് നല്ലതല്ല, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ഞാൻ ഇതിൽ നിന്ന് ഈ ഒരാഴ്ചത്തെ ബിഗ് ബോസ് ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് നമുക്ക് നാവൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓലപ്പടകം ഇടേണ്ട സ്ഥലത്ത് ഞാൻ റഡാറാണ് കൊടുക്കുന്നത്. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ. പക്ഷെ എനിക്ക് ഒരു സന്തോഷം കിട്ടിയത് എന്താണെന്ന് അറിയിക്കുക, നമ്മൾ വന്നതിന് ശേഷം വോട്ട് ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ വോക്കലില് പറയുന്നു എന്നെ തിരിച്ചെടുക്കണം. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ എന്നെ അങ്ങനെ തിരിച്ചെടുക്കണം പറയില്ലല്ലോ. അത് എനിക്ക് തരുന്ന ഒരു പ്രചോദനമാണ്, എനിക്ക് തരുന്ന ഒരു സന്തോഷമാണ്. അതിൽ ഞാനിപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. ഓടിപ്പോവും ഞാൻ, അറ്റൻഡൻസ് കൊടുക്കും. ഞാൻ എത്തിയിട്ട് രാന്ന് വിളിച്ചാൽ മതി, എന്ന് വിളിച്ചിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. എനിക്ക് പറയാനുള്ള സമയം കാണില്ല, ഫോൺ വിളിച്ച് പറയാൻ കേട്ടോ പറയില്ലോ. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കളിച്ച് മതിയായിട്ടില്ല. ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകും, തീർച്ചയായിട്ടും പോകും. എനിക്ക് കളിച്ച് മതിയായിട്ടില്ല. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഗെയിമുണ്ട്. ചില ചാനലുകാർ പറയുന്നുണ്ട് കയ്യിലുള്ളതെല്ലാം രതീഷ് ആദ്യത്തെ ആഴ്ചയിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട്. കയ്യിലുള്ളതൊന്നും ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ഇട്ടിട്ടില്ല. എന്റെ ആവനാഴിയിൽ 1% ഞാൻ ഇട്ടിട്ടുള്ളൂ. രതീഷിന് തിരിച്ചു വീട്ടിൽ വൈറ്റ് കാർഡിൽ ആരെങ്കിലും പോകണ്ടി ആ ഗെയിം എല്ലാം പഠിപ്പിക്കുന്നതിന് ഒരു എമൗണ്ട് കൊടുത്താൽ ബിഗ് ബോസ് ക്ലാസ് അല്ലേ, 99% ബാക്കി കിടക്കാണ്. ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായ ഒരു നിമിഷം ബിഗ് ബോസ് ഭക്ഷണം നിഷേധിച്ചപ്പോൾ ഭയങ്കര വേദനയാണ്. നമ്മുടെ ഭക്ഷണം നിഷേധിക്കാൻ ആർക്കും ഈ ലോകത്ത് ആർക്കും അനുവാദമില്ല. അല്ല നമുക്കെന്താ പറയുക, ഭക്ഷണം നിഷേധിച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കര മനസ്സിലൊരു ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്ക് ഭക്ഷണം ഞാനിപ്പോൾ 2 ചിക്കൻ ബിരിയാണി തന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ വേറെ കാര്യം ഭക്ഷണം കിട്ടാതെ വേറെ കാര്യം എന്താ പറയുക, അവൻ ഇപ്പം ഞാൻ ഭക്ഷണം നിഷേധിച്ചപ്പോൾ എനിക്ക് പിന്നെ പിണക്കം വന്നിട്ട് ഞാൻ രാവിലത്തെ ഭക്ഷണം വേണ്ടാന്നുകൊണ്ട് മാറി നിന്നപ്പോൾ
എൻ്റെ ജിൻ്റപ്പനാണ് എന്നെ വിളിച്ചിട്ട് വായിൽ ഊട്ടി തന്നിരിക്കുക. ജിൻഡോ നല്ലൊരു നല്ല അതെ, ഞാൻ കണ്ടെത്തിയ എൻ്റെ മല്ലയ്യ എന്ന് ഞാൻ പേരിട്ടതാണ്. പ്രമോദനെ അതിലാ ഉപയോഗിച്ചത്. ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മല്ലയ്യ എന്നുള്ള പേര് ഞാനായിട്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ജിൻ്റപ്പൻ സ്നേഹം കൂടുമ്പോൾ ഞാൻ എൻ്റെ ജിൻ്റപ്പനെ എന്നാ വിളിക്കുക. എനിക്ക് ജിൻഡോനെ മുമ്പ് പരിചയമില്ല. ഞാൻ അവിടെ എനിക്കിപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് എനിക്കൊരു 7 ദിവസം കൊണ്ട് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തിയത് ഞാൻ ജിൻ്റപ്പനെയാണ്. അവൻ എനിക്ക് വായിൽ കൂട്ടി തന്നു, ഞാൻ അവന് കൊടുത്തു, അവൻ എനിക്ക് തന്നു. എന്നാൽ ഞങ്ങൾ തമ്മിൽ അടാറ് വഴക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചില സ്റ്റേറ്റ്മെന്റ്സ് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിൻ്റപ്പനെ സംബന്ധിച്ച് എനിക്കും ജിൻ്റപ്പനെ പേഴ്സണലി അറിയാം. ഞങ്ങൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും ഒരു സിനിമയിൽ അഭിനയിച്ചാണ്. അവൻ കഥ പറഞ്ഞു, അവൻ അവിടെ കുറെ കഥകളൊക്കെ പറഞ്ഞിരുന്നു, സിനിമ കഥകൾ. ഞാൻ അവനെ വെറുതെ കളിയാക്കും. അവനെ പാവം ചെറിയ 10 മിനിറ്റ് ഒക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയും, നീ 10 മിനിറ്റ് വെച്ചിട്ട് 19 പേരോട് പറഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ അവിടെ കാത്തിക്കണ് വൈൽഡ് കാർഡില്, നീ എന്റെ സിനിമയുടെ കഥ പറഞ്ഞില്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ് ജിൻ്റപ്പൻ? ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആളാണ്? ഞാൻ പറയില്ല, അതല്ല വേണ്ടത്. അയ്യോ അത് ഞാൻ പറയുന്നില്ല. എല്ലാവരും എനിക്ക് ഇഷ്ടം. അത് തെറ്റാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ പറയണെന്ന് അറിയോ, ഒരാളെങ്കിലും ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ല. പേര് പറയണ്ട. അങ്ങനെ ആളുണ്ടോ? അതെങ്കിലും പറഞ്ഞാൽ. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത, സത്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളില്ല. പറയില്ല ആണെങ്കിൽ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു വരും. ഞാൻ ഇഷ്ടപ്പെടാത്ത ആളില്ല. എനിക്ക് 19 പേര് 18 പേര് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സുരേഷിന്റെ അടുത്ത് പറഞ്ഞതിൽ പിന്നീട് അതിനെ കുറിച്ച് ചിന്തിച്ചു, അത് തെറ്റായി എന്ന് വിളിച്ചത് തെറ്റായി. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വേറൊരു കുട്ടി അത് അങ്ങനെ പറഞ്ഞു എന്നാക്കിയതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോ സുരേഷേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുരേഷേട്ടൻ ഇന്റർവ്യൂ കണ്ടില്ലേ, അതിൽ എന്നെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ രതീഷിന് സിനിമയിലൊക്കെ ചാൻസ് കിട്ടും, ഇൻസ്പെക്ടറായിട്ടൊക്കെ ചാൻസ് കിട്ടിയാൽ പൊളിക്കാവുന്നതാണ്. മാത്രമല്ല രതീഷ് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു ഓളുണ്ടാവും. അങ്ങനെ ഓളി ബഹളൊക്കെ വേണമെന്നാണ് സുരേഷേട്ടൻ പറഞ്ഞത്. ഗെയിം മുഴുവൻ ഞാൻ അവിടെ ഇട്ട് പോന്നു. അദ്ദേഹം ഗെയിം കളിക്കായിരുന്നു, അദ്ദേഹം നല്ലൊരു ഗെയിമറാണ്, ഞാനും ഗെയിം കളിച്ചു. പിന്നെ ഞാനൊരു പദം അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആ പറഞ്ഞ കുട്ടി ഇക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാതെ ഞാനത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഫുട്ടേജുകൾ കിടക്കുന്നുണ്ട്. അത് ആ പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ നാവ് പഠിച്ചായിരിക്കും. എനിക്ക് ആ കുട്ടിയോട് ഒരു വിരോധമില്ല, എനിക്ക് ആ കുട്ടിയോട് ഒരു സങ്കടവും ഒരു ദേഷ്യവും. ഞാൻ വരുമ്പോ ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ ആ കുട്ടീനെ ഹഗ് ചെയ്തിട്ടാണ് വന്നത്. ഇക്കത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ശത്രു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഔട്ടായി എന്ന് പറഞ്ഞ ആ നിമിഷം എന്റെ ഗെയിം മുഴുവൻ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ എനിക്ക് അവിടെയുള്ള ആൾക്കാർ ആരും ശത്രുക്കളല്ല, അവിടെ ഉള്ളവരെല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ കൂടപ്പിറപ്പുകളാണ്. അല്ല, നമ്മളായിട്ട് തീർത്തപ്പോൾ രതീഷിന് പറയാൻ വേണ്ടത് ഇങ്ങനെ അവിടെ ആ കുട്ടി പറഞ്ഞു, രതീഷിന് ലാലേട്ടൻ വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കത് കാണണമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ കാണിച്ചു തന്നെ. അപ്പം അവിടെ രതീഷിനുണ്ടാകുന്ന ഗുണമായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, ഒരു സാധനം ഏച്ചു കെട്ടി പറയാൻ ഞാൻ തയ്യാറല്ല. ആ ഒരു കേസ് ലാലേട്ടൻ എടുത്തിട്ടാൽ മാത്രമേ ഞാൻ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുന്ന നമ്മുടെ ഡൗട്ടുകൾ നമുക്ക് ലാലേട്ടൻ പറയാൻ കേട്ടോ. എനിക്കൊരു ഡൗട്ടും ഇല്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാ പ്രേക്ഷകരും എഴുതിയിരിക്കുന്നത് രതീഷ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാനത് ചിന്തിച്ചത് കറക്റ്റാണ്. ഞാൻ വന്നപ്പോൾ ഓരോ പ്രേക്ഷകനും അതിൻ്റെ അടിയിൽ എഴുതിയിട്ട് രതീഷ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. എൻ്റെ അമ്മ പറയുന്നത് എന്താ അറിയോ, വന്നു കഴിഞ്ഞാൽ ജാൻമണീനെ എനിക്ക് കാണണം കേട്ടോ. അങ്ങനെ ജാൻമണീനെ കാണണം, എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം ജാൻമണീനെ. കാരണം എന്റെ കണ്ണേട്ട ജാൻമണിയായിട്ടുള്ള കോമ്പിനേഷൻ എന്തായിരുന്നു, കോമ്പിനേഷൻ ഗംഭീര കോമ്പിനേഷൻ ആയിരുന്നു. സംസാര രീതി പോലെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ജാൻമണി ആ സീർട്ട് കത്തിച്ചതാണ് വലിയ ഇഷ്യൂ ആയത്. അതെന്തായാലും അല്ല, അതിലാണ് തുടങ്ങുക. അതെന്തായാലും സീർട്ട് ഒരു ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിക്കാൻ പാടില്ല എന്നൊരു നിയമം ഏത് വീട്ടിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്വന്തം വീട്ടില് ഒന്ന് ആയതുകൊണ്ട് ഒന്ന് പുറത്തു കൊടുക്കായിരുന്നു. വേണമെങ്കിൽ ഇക്കൊക്കെ എന്നെക്കാളും ബുദ്ധിയുള്ള ആള്, ഇക്കൊക്കെ അറിയാൻ ഞാനത് കണ്ടന്റ് ചെയ്താന്ന് വ്യക്തമായിട്ടാ വേണ്ട. എന്നിട്ട് വെറുതെ ചോദിക്കുന്നത് അറിയോ, എന്റെ അരങ്ങേറ്റാണ്. ഇനി ഞാൻ അവിടെ റേസ് ആയതുണ്ടല്ലോ, അത് എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഞാനത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി റേസ് ആയതല്ല, അത് എന്റെ കയ്യിൽ നിന്ന് പോയതാ. കാരണം അതിന് മുമ്പ് ഈ പാലുകാച്ചൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പാല് കാച്ചാന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്റെ വീട്ടിലൊക്കെ പാല് കാച്ചാന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയെങ്കിലും പുറത്തേക്ക് പോകണം. ഇവര് പാല് തിളച്ചപ്പോഴേക്കും ഓഫ് ചെയ്യുക. എനിക്ക് പാല് കാച്ചൊന്നും ബിഗ് ബോസ് ഹൗസിൽ പോയി നമ്മൾ പാല് കാച്ചാനൊന്നുമല്ല, അത് നമുക്കറിയാം. പക്ഷെ കണ്ടന്റ് കിട്ടിയാ കിട്ടി, കണ്ടന്റ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്റെ മനസ്സിൽ രതീഷ് കുമാർ ഇക്കയ്ക്ക് എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി. ഞാനൊരു ഉണ്ടായി കൊണ്ട് വന്ന ആളാ, കവിത തുമ്പിൽ കാത്തിരുന്ന പൈതലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ആ ഒരു ഇമേജ് മാറ്റണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് മാറ്റി പിടിക്കേണ്ട ഭാഗമായിട്ട് ഞാൻ ചെയ്തു. എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ, ലാലേട്ടൻ പറഞ്ഞ കറക്റ്റാ, വളരെ സൗമ്യനായിട്ട് ചെന്ന് സംസാരിക്കാമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ജാൻമണി എൻ്റെ അടുത്ത് ചെറിയ തോതിലൊക്കെ എന്നെ ഒന്ന് ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അവിടെ കണ്ടത്.
വാഷ് ബേസിന്റെ അവിടെ. അല്ല അല്ല, വാഷ് അത് ബേസിനോട് വാഷ് ബേസിന്റെ അവിടെ പോയി ഒരു വിഷയം അടുക്കളയിൽ തന്നെ. അടുക്കളയിൽ വാഷ് ബേസിലും പോയി വിഷയം ഉണ്ടാക്കിയത്. അതെ അടുക്കളയിൽ തന്നെ. പുറകെ നടക്കുമായിരുന്നു. അതെ അടുക്കളയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഇതില്ലേ ഇത് ഈ പാലുകാച്ചലിൽ എന്തൊരു ചെറിയ എന്നിട്ടാണ് ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞപ്പോ ജാൻമണി മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മൈക്കില്ലാതെയാണോ ഇതൊക്കെ അത് കളിയാക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ആരും കിട്ടിയിട്ടില്ല. കളിയാക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് ഹെവി ഡോസ് കിട്ടിയിരിക്കാൻ ഞാൻ അപ്പൊ ഞാനപ്പോ തക്കം കിട്ടി കഴിഞ്ഞാൽ ഏതുമേ പിടിച്ച് കയറുക ഭഗവാൻ എന്തെങ്കിലും ഒരു പക്ഷെ തരണം. വേറെ ദിവസം ആ കളിയാക്കുന്ന ദേഷ്യം കൂടും മറ്റുള്ളവർക്ക്. ആ രീതിക്കാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. കണ്ടന്റിന് വേണ്ടിയാ. കണ്ടന്റിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 3 ദിവസം അമ്മൂന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ അമ്മ ഇപ്പൊ ഇടി വെച്ചു ഇടി പഠിച്ചു അതൊക്കെ. ഇനി എന്ത് പറഞ്ഞാലും പക്ഷെ ഇപ്പൊ ഞാനേ എന്ത് പറഞ്ഞു കനട്ട് അത് കൂട്ടാൻ നല്ലതല്ല തോന്നുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്കൂളിൽ പോകണം. ഞാൻ എന്ത് വേണമെങ്കിലും മതിയൊന്നും ഒരു കുഴപ്പമില്ല, നീ പുളിയോളം ഉണ്ടാക്കി തന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു. ഭക്ഷണത്തിന്റെ വില പണ്ടൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോഴേ എന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഞാൻ 2 ചേട്ടന്മാരുണ്ട്. ഈ 2 ചേട്ടന്മാർ അമ്മ എന്തുണ്ടാക്കി തന്നു കഴിഞ്ഞാലും അമ്മേ ബെസ്റ്റ് പറയും. ഭയങ്കരതാ, എന്തൊരു ടേസ്റ്റാ. ചിലപ്പോൾ അതിൽ ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും, അമ്മയുടെ അടുത്ത് പറയും, അമ്മ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ അത് എന്തുട്ടതെന്ന് പറയും. എൻ്റെ അമ്മ ഇത്രയും കാലം ഇത്രയും ദിവസങ്ങൾ നല്ല ഭക്ഷണമാക്കിയിട്ട് ചിലപ്പോഴൊക്കെ ഒരു വട്ടമൊക്കെ ചിലപ്പോൾ ഉപ്പൊക്കെ കുറഞ്ഞു എന്നൊക്കെ വരും. അപ്പം ഞാൻ അത് കയറി പിടിക്കും. അമ്മ ഇത് എന്താ അമ്മ ഇത് ഉപ്പില്ല, എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. അപ്പം അമ്മയ്ക്ക് അത് ചെക്കനെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ട്. അപ്പം ആ ചേട്ടന്മാരങ്ങനെയല്ല, നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ മാറ്റി പിടിക്കലിന്റെ ആളാ. ഞാൻ എന്തെങ്കിലും തുറന്നു പറയുന്ന ഒരാളാണ്. അവിടെ മാറ്റി പിടിച്ചു. അവിടെ മാറ്റി പിടിച്ചപ്പോ എന്തായി, ഞാനിപ്പോ ഇവിടെ അവരവിടെ ഇരുന്ന് കളിച്ചോണ്ട്. ഈ റോക്കി എപ്പിസോഡ് കണ്ടല്ലോ, അടികൊടുത്ത എപ്പിസോഡ് കണ്ടല്ലോ സുജയായിട്ട്, അത് എങ്ങനെയാണ് കാണുന്നത്? അതിനൊരു വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഞാൻ വിലയിരുത്തുന്നത് അത് രണ്ടുപേരും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രണ്ടുപേരുടെ കയ്യിൽ തെറ്റുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് റോക്കിയുടെ കയ്യിൽ നിന്നും പോയി, സിജോന്റെ കയ്യിൽ നിന്നും പോയി. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും, അതുപോലെ പോവാ. ഇപ്പം ഞാൻ ഇക്കയോട് സംസാരിക്കുമ്പോൾ ഞാനൊരു പ്ലാനിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇക്കയുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് എനിക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. നേരെ ഉൾട്ട സംഭവിച്ചാൽ അവിടെ എന്ത് സംഭവിക്കാം? ഞാൻ പ്ലാൻ ചെയ്ത പോലെ കാര്യം. അപ്പോൾ സിജോ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം തൊടടാ എന്ന് പറയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫിസിക്കൽ അസൾട്ട് പാടില്ല. റോക്കി അത്ര വലിയ പൊട്ടനൊന്നുമല്ല, റോക്കി കളിക്കാൻ അറിയാവുന്ന ഒരാളാണ്. റോക്കി എന്നെ അംഗീകരിക്കാറുണ്ട്, ഞാൻ റോക്കിനെ അംഗീകരിക്കാറുണ്ട്. അവിടെ ആ കൂടിയിട്ട് അംഗീകരിച്ച് കയ്യിൽ നിന്ന് പോയി. റോക്കി എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ ഒരു നല്ലൊരു ഗെയിമർ ആളിയാ, പക്ഷെ നിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഉള്ള സീസണിൽ നീ വന്നു, അതാണ് പ്രശ്നത്തിൽ. റോക്കിന്റെ സ്ഥിരം ഡയലോഗാ. അപ്പൊ ഞാൻ തിരിച്ചു പറയും, എടാ എന്റെ പ്രശ്നമല്ല, അതാ എൻ്റെ ഒരു ഭാഗ്യമാണ്, കാരണം നീ ഉള്ള സീസണിൽ ഞാൻ വന്നു, നിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് കപ്പ് പിടിക്കാനോ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗീവ് ആൻഡ് ടേക്ക്. ഇല്ലില്ല, വിളിച്ചിട്ടില്ല, വിളിക്കണം. അപ്പൊ റോക്കിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. അതിപ്പോ അവനിടിക്കാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവനെ ബിഗ് ബോസിന് മുമ്പിൽ വെച്ചിട്ട് അവൻ കരഞ്ഞത്. കരയുന്നത് മുഖത്തടിച്ച് ഈ നമ്മള് പണ്ടൊക്കെ പറയില്ല, പാവം പോകാൻ വേണ്ടി അടിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ കയ്യിൽ നിന്ന് പോയതാണ്. ബേസിക്കലി അവൻ ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ സിജോനെയും കുറ്റം പറയില്ല, റോക്കിനെയും കുറ്റം പറയില്ല. അത് അവര് രണ്ടുപേരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിജോ എന്തോ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല, എനിക്കൊരു പരാതിയില്ല, റോക്കിനെ പുറത്ത് വിടലെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ഉത്തരം പറയാം, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. ഗെയിമിന് വേണ്ടിയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ മുമ്പിലായിട്ട് നിൽക്കുന്നുണ്ട് ഗെയിം കളിക്കാൻ. അതും ഞാൻ കാണുന്നുണ്ട്. ഈ കുറെ ട്രോഫി കിട്ടിയ ദിവസമാണ് ഔട്ട് പോകുന്നത്. ആ ട്രോഫികൾ കിട്ടുമ്പോൾ സന്തോഷിച്ചു, ഏതായാലും ട്രോഫി കിട്ടുമല്ലോ, പോകില്ല പ്രതീക്ഷ. ലാലേട്ടൻ നല്ല സന്തോഷത്തിൽ അതൊരു വിളിയായിരുന്നു ലാലേട്ടൻ. എനിക്ക് പക്ഷേ എനിക്ക് നേരെ വിട്ടായിരുന്നു. ലാലേട്ടൻ എന്നെ ഇങ്ങനെ രതീഷ് എന്ന് വിളിക്കുമ്പോ എനിക്ക് കുറച്ച് പേടി കൂടി. ഇന്നത്തെ വരെ ഞാൻ തന്നെയാണല്ലോ. നമ്മള് ഗെയിം നമ്മള് ബുദ്ധി വെച്ച് കളിക്കുന്നതാണല്ലോ. പതിവില്ലാതെ ലാലേട്ടൻ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ എൻ്റെ അടുത്ത് രതീഷ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. കാരണം ഇത് പോകുന്നത് ഞാനായിരിക്കുമോ, അത് കാരണമായിരിക്കും എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് അടിച്ചു. പക്ഷെ ഞാൻ ഡൗട്ട് അടിച്ചത് ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ അതായത് ലാലേട്ടൻ എന്നെ എനിക്കൊന്നും എന്നെ അത്രയും കെയർ ചെയ്തിട്ടാണ്. അവിടെ ചീത്ത പറയുന്ന സ്ഥലത്ത് നമ്മൾ ചീത്ത പറയും, എന്നാൽ നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ അംഗീകരിക്കും. തിരിച്ചു പോകാൻ നേരത്താണ് ലാലേട്ടൻ നല്ല രീതിക്ക് സ്നേഹത്തോടെയാ പറഞ്ഞത്. വന്നതേ ലാലേട്ടന്റെ കാലിലേക്ക് വീണിട്ടാണ് നിൽക്കുന്നത്. അത് രതീഷിന്റെ ഒരു എളിമയും. ലാലേട്ടൻ അത് ഉൾക്കൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ് ലാലേട്ടൻ. പിന്നെ എനിക്കൊരു പോസിറ്റിവിറ്റി തരും ചെയ്തു. തിരിച്ചു വിളിച്ചാൽ ഈ ടീച്ചറല്ലേ, വീട്ടിൽ പഠിക്കുവാണല്ലേ, പഠിച്ചു ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പം ഈ ഇദ്ദേഹം ബിഗ് ബോസിൽ പോയതിനു ശേഷം ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു?
ഫ്രണ്ട്സ് ഒക്കെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. പക്ഷെ ആള് നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ ചേട്ടൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലല്ലോ ചേട്ടൻ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നല്ലതായിട്ട് നല്ല ഡീസന്റ് നല്ലതായിട്ട് സംസാരിക്കുക. എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെക്കനവിടെ എന്തൊക്കെ കാണിക്കണേ, ഷോ 10 കൊല്ലമായിട്ട് ആ പെണ്ണിനൊരു സൗകര്യം കൊടുക്കണില്ലാന്ന് പറയാ. ഇത് ഈ ചെക്കനവിടെ ഇങ്ങനെയാണ് 10 കൊല്ലമായിട്ട് സംശയോ ആ ചെക്കൻ എങ്ങനെ ഈ പെണ്ണ് എങ്ങനെയാണ് ആ ചെക്കൻ്റെ കൂടെ നിൽക്കണേ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അമ്മയുടെ അടുത്ത് ഇവളുടെ അമ്മയുടെ അടുത്ത് അമ്മൂന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചതാ പറഞ്ഞത്. അപ്പൊ അമ്മ പറഞ്ഞു അയ്യോ ഇതിലൊരു അംശം പോലും ഇല്ല എന്ന് പറയും ചെയ്തു. ഈ ഗെയിം ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ചേട്ടൻ മാറ്റി മാറ്റി ഗെയിം കളിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഉള്ളില്? ഉണ്ടായിരുന്നു. ആളുകൾ എന്ത് പറയും അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ചോദിച്ചല്ലോ 100 ദിവസം ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയില്ല. അപ്പൊ ഞാൻ വെച്ചാൽ എന്റെ മനസ്സിൽ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. കാരണം കണ്ണേട്ടൻ അവിടെ പോയിട്ട് കണ്ണേട്ടൻ ഇങ്ങനെയാണല്ലോ, അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ഗെയിം കളിക്കുക, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് പിന്നെ കണ്ണേട്ടൻ മാറ്റി വീട്ടിലെ പോലെ നിന്ന് പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, സംസാരിച്ച് ഇങ്ങനെ നിന്നാ മതി തന്നെ ഞാൻ വന്നപ്പോ തന്നെ പറയുകയും ചെയ്തു. കണ്ണാട്ട് ഇങ്ങനെ നിന്നാ മതി എന്നില്ല, എന്നെ അവിടെ പോയിട്ട് മാറുന്നത് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഇന്നലെ ഇപ്പൊ 2-3 പേര് ഇന്റർവ്യൂവിന് വന്നിരുന്നു, 4 പേര്. അപ്പൊ അവരൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് ചേട്ടൻ ഇങ്ങനെ നിന്നാ മതി എന്നാ ചോദിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എന്റെ ഈ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെ ട്രിഗർ ചെയ്തിട്ട് ആകെ കുളമാക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എൻ്റെ ട്രാക്ക് ഞാനത് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എനിക്ക് വയലൻസ് ചെയ്യാനറിയാം, എനിക്ക് കരയാനറിയാം, എനിക്ക് പാട്ട് പാടാനറിയാം, എനിക്ക് ഡാൻസ് കളിക്കാനറിയാം, എനിക്ക് വേറെ എല്ലാം കൊണ്ടും ഞാനൊരു ബേബി മെറ്റീരിയൽ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യം. അതെ, എൻ്റെ 2 ചേട്ടന്മാരെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുന്നതാണ്. അവർ എന്നെ സല്യൂട്ട് ചെയ്തു കിട്ടുക. അവരെന്നെ ഇടാ നീ നല്ല ഗെയിമറാണ്, ഓക്കെ, പക്ഷെ നീ ആദ്യത്തെ 3 ദിവസം ഞങ്ങൾ പ്രഷർ അടിപ്പിച്ചിട്ട് കൊന്നു, പക്ഷെ നീ ഒരു നല്ല ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞ് സല്യൂട്ട് ഒക്കെ അടിച്ചു. പിന്നെ ഈ ജുബ ഉണ്ടല്ലോ 25ാമത്തെ എപ്പിസോഡ് ഇടാൻ അതുകൊണ്ട് കുറെ ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടി ഇപ്പൊ ഒരുമിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ ഇന്റർവ്യൂ കൊടുക്കാം, കുറെ കല്യാണമൊക്കെ വിളിക്കാണ്, പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം. അപ്പൊ ഞാൻ റീഎൻട്രി പ്രാർത്ഥിക്കില്ല. റീഎൻട്രി വേറെ ഡ്രസ്സ് എടുക്കണല്ലോ, ഇതൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തില്ല നമ്മള്. ഇതൊക്കെ ഇല്ല, വേറെ ഇഷ്ടം പോലെ. എന്തായാലും 100 ദിവസത്തേക്ക് ആ പെട്ടി ഒന്ന് തരുമോ? കുറച്ച് സെലക്ട് ചെയ്ത് എനിക്ക് ഉണ്ടാകാനാ. ഞാനിനി പോകണ്ട ഇവിടെ ഒന്ന് ഡ്രസ് എടുത്തോളൂ. ആരെങ്കിലും ഇട്ട് കണ്ടാ മതിയെങ്കിൽ. അല്ല അമ്മൂന് ആരെങ്കിലും ഇട്ട് കണ്ടാ മതി. സെലക്ഷൻ ആട്ടോ, നല്ല സെലക്ഷൻ, നല്ല ഡ്രസ്. 100ാം ദിവസം ഡ്രസ് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. അതിപ്പോ ഒന്ന് ഇടണ്ട, അതിപ്പോ ഒന്ന് ഇടണ്ട കേട്ടോ. അത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കിട്ടാൻ മതി. ഇനിയിപ്പോ എനിക്ക് ഷർട്ട് ജീവിതത്തിന് മേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ആ പാട്ട് പാടി ഒന്ന് നിർത്താം. കവിരത്തുമ്പിലാണോ കൂടെ? അല്ല ഞാനത് പാടില്ല, പാടണ്ട, കൂടെ അമ്മ പാടും. അല്ല കൂടെ പാടൂലേ? കൂടെ നിന്നാ മതി. കവിരത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. കവിരത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച 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 വാച്ച. നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല, ഓ ഓ ഓ. നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. സത്യം 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 ബിഗ് ബോസിൽ വന്നാലും പോയാലും ഉണ്ടല്ലോ കേട്ടോ. ഈ ബിഗ് ബോസിലേക്ക് ഇനി തിരിച്ചു വേണം, തിരിച്ചെടുക്കട്ടെ. എന്തായാലും ഈ പാട്ട് പാടിയ പോലെ നമ്മൾ വന്നാലും പോയാലും ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി ആളുകൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് വരണ്ടായിരുന്നു, അവിടെ തന്നെ നിൽക്കണം. ഈ പാട്ടിന്റെ വരികൾ കുറച്ചൊക്കെ അർത്ഥമുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ വന്നാൽ അത് എലിമിനേഷൻ വന്നില്ലേ, എവിക്റ്റ് ആയപ്പോ ബിഗ് ബോസ് പാട്ട് നീ വന്നാലും പോയാലും ഉണ്ടാവും. ഞാൻ അവിടെ പറയുകയും ചെയ്തു, എന്റെ പാട്ട് എനിക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കാന്ന് പറയുകയും ചെയ്തു. പിന്നെ സ്റ്റാലുകൾക്കാരനും കൂടെ പാടിയിട്ടാണ് ഇറങ്ങിയത്. പാടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഇനി ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് തിരിച്ചു വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി എനിക്ക് ഇക്കേനെ കുറിച്ചിട്ട് പറയാനുള്ളത് വളരെ ഞാനൊന്നും ഇതുപോലെ സത്യമായിട്ടും ഇക്ക ബിഗ് ബോസില്
വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പേടിയില്ല. ഇവൻ പറഞ്ഞു പോലെ. ഞാനൊരു അമ്മയ്ക്ക് അവിടെ കാണുന്നവരല്ലോ നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വേറെ എന്തെങ്കിലും ആയി പക്ഷെ ഞാൻ പറയട്ടെ, നല്ലൊരു ഇന്റർവ്യൂ. കാരണം എന്താ അറിയോ, ഇത്രയും ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തെങ്കിലും എന്റെ അച്ഛനെയും അമ്മേനെയും ഇത്രയും ആഴത്തിൽ സംസാരിച്ച ഒരാള് ഇക്കയാണ്. പിന്നെ മാത്രല്ല ബെസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. നമ്മുടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിട്ടിരുന്നു. ഞാൻ ഇക്കേനെ കുറിച്ചിട്ട് ഇങ്ങനെയല്ല, എന്റെ അയ്യോ ഞാൻ എന്റെ ധാരണകളൊക്കെ തെറ്റി. കാരണം എന്താ അറിയോ, ബിഗ് ബോസ് അതെയോ അത് ശരി ഇങ്ങനെയല്ലേ, നല്ല രീതിയിൽ ആയതാണോ? ഓ മൈ ഗോഡ്. ഞാൻ കണ്ടിട്ട് ഒത്തിരി ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വിളിച്ചപ്പോ തന്നെ അയ്യോ എന്റെ അടുത്ത് പറയാമോ, അത് ഞാൻ ഇരിക്കണം. അത്രേ ഞാൻ പറഞ്ഞ എന്തായിരുന്നു, നീ ഇരിക്കണം എന്നാണ് എനിക്ക് ഒരു ബലം കിട്ടും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി, അച്ഛൻ്റെ കിട്ടി, അമ്മയുടെ കിട്ടി. നമ്മൾ ചോദിക്കുമ്പോഴേ കിട്ടുള്ളൂ, നമ്മൾ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. അത് നല്ല ഇന്റർവ്യൂ ആയിട്ട് എനിക്കും തോന്നി. നിങ്ങളും നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ആയിട്ട് അല്ലേ മോളെ? ഓക്കെ അല്ലേ? മോളെ അപ്പല്ല സ്കൂളിൽ പോകുമ്പോ ഇനി ബിഗ് ബോസ് അച്ഛൻ, ബിഗ് ബോസ് അച്ഛൻ സ്കൂളിലൊക്കെ ഇനി ഗസ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോകണം. പറഞ്ഞിട്ടുണ്ട് സ്കൂളിലത്തെ പ്രിൻസിപ്പൾ കണ്ടോ, ഇതൊക്കെ ഇനിയും കിട്ടും. പക്ഷെ 7 ദിവസമാണെങ്കിലും 150 ദിവസം നിന്നതിന്റെ ഫലം ഉണ്ടായിട്ട് ഇറങ്ങിയാണ്. താങ്ക് യു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ തേടി എല്ലാവരും കൂടെ എത്തുന്നത് അല്ലേ? താങ്ക് യു. അതെ തീർച്ചയായും തേടി എത്തി. ഏഷ്യാനെറ്റ് അനുമതി തരണം നിങ്ങളൊന്ന് ഇന്റർവ്യൂ എടുക്കണം. അത് കുറച്ച് ചാനൽ മാത്രം സെലക്ട് ചെയ്യുന്നു, അവർക്ക് കൊടുത്താൽ മതി എന്ന്. അപ്പൊ അത് നിങ്ങളൊരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ആ കണ്ടന്റ് നിലനിൽക്കണം. ഇനി ഭാവിയിലും കുറെ സിനിമകൾ അഭിനയിക്കട്ടെ, അതിലുള്ള കഴിവുകൾ ഉണ്ടാകട്ടെ, ഒരു നല്ലൊരു സിനിമാക്കാരനായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എന്നാൽ കഴിയുന്ന റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു. ആരാ പറഞ്ഞറിയാമോ? അല്ല നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടാവും. അയ്യോ അവര് ഭയങ്കര, ഞങ്ങൾക്കൊക്കെ വേണ്ട. ഒത്തിരി സന്തോഷം. അച്ഛാ കാലഘട്ടം വിളിക്കണേന്ന് പറഞ്ഞ അവസാനം ഒന്ന് പറഞ്ഞേ എങ്ങനെ? ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് വിളിക്കട്ടെ ഉള്ള പ്രാർത്ഥന. വിളിക്കുമ്പോ കുറച്ച് ക്ലാസ് കൊടുത്ത് വിടണം കേട്ടോ, ക്ലാസ് കൊടുത്ത് വിടണം. അല്ല ഇനി അവൻ അതുപോലെ പെരുമാറില്ല. ഇതേപോലെ എന്ത് ഉറപ്പാണ് ഇനി വേറെ ഗെയിമുമായിട്ടാ വന്ന. എനിക്ക് ഉത്തരവാദിത്തം വേറെ അച്ഛന്റെ ഉത്തരവാദിത്തം. ലോകം ഒരിക്കലും കാണുന്ന ഇതാണ്. അത് അങ്ങനെ വന്നപ്പോ തന്നെ ആ പെട്ടെന്ന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. ഇവിടെ അപ്പൊ അമ്മുന്റെ എന്റെ മനസ്സിൽ അവരൊക്കെ ക്ലീനാണ്. ഇത് എവിടെന്നോ പഠിച്ചിട്ട് കേറി ഇവിടുന്ന് പഠിച്ച അവിടെ ചെന്നപ്പോ അവന് ദൈവം കാണിച്ചു കൊടുത്തൊരു വഴിയായിരിക്കും അത്. അല്ല എന്നെ പരിചയമുള്ള ആൾക്കാർ മുഴുവൻ അത് എന്റെ എന്റെ ഇപ്പുറത്തുള്ളവരൊക്കെ കണ്ണൻ ഇങ്ങനെയല്ല, എന്തൊക്കെ ചോദിച്ചാൽ കണ്ണൻ ഇങ്ങനെ അല്ലല്ലോ, കാരണം ഞാൻ അങ്ങനെയുള്ള ആളെ അല്ല. എന്തായാലും കണ്ണൻ ഇങ്ങനെയല്ല, ആ കണ്ണൻ വീണ്ടും എൻട്രി കിട്ടിയത് കണ്ണനായിട്ട് വരുന്നതായിരിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.